ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു സാലഡാണ്, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡ്. നമ്മുടെ ട്യൂണ വെച്ചിട്ട്, അതായത് കാരാമീൻ വെച്ചിട്ട്, ചൂരമീൻ വെച്ചിട്ടുള്ള ഒരു സാലഡ്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ആ മീൻ വെച്ചിട്ട് തന്നെ, കാരാമീൻ വെച്ചിട്ട് തന്നെ നമ്മളൊരു വേറൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു തോരൻ പോലെ ഒരു പ്രിപ്പറേഷൻ നമ്മൾ ചെയ്തു അല്ലെ. അപ്പൊ കുറെ പേർക്ക് ഇഷ്ടമായിട്ടുണ്ട്, കുറെ പേര് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് കുറെ ഫോട്ടോസ് ഒക്കെ അയച്ചു തന്നു. അപ്പൊ ഇന്ന് അന്ന് തന്നെ ഞാനൊരു 5 പീസ് മീൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചാൽ നിങ്ങൾക്ക് ഒരു സാലഡ് അതുകൊണ്ട് ഉണ്ടാക്കി കാണിച്ചു തരാന്ന് വിചാരിച്ചു. മത്സ്യ ഫിഷറീസ് പറഞ്ഞ നമ്മുടെ തൃശ്ശൂരുള്ള സ്ഥാപനമാണ്. മത്സ്യം അവര് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് നമ്മുടെ വീടുകളിൽ എത്തിച്ചു തന്നെയാണ്. പ്രത്യേകിച്ച് ചാർജസ് ഒന്നും ഈടാക്കുന്നില്ല. അപ്പൊ മത്സ്യ ഫിഷേഴ്സിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഫോൺ നമ്പറും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ എല്ലാവരും വീഡിയോ ആയിട്ട് ഇഷ്ടമായെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ ഹെൽത്തി ആയിട്ടുള്ള സാലഡാണ്. അപ്പൊ നമുക്ക് സാലഡിന്റെ ചെറിയ റെസിപ്പിയിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നമ്മുടെ കേര ഫിഷിനെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പൊ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുൻപും ഉള്ള റെസിപ്പിയിൽ ചെയ്ത പോലെ തന്നെ ഫിഷില് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളകും തിരുമ്പിയിട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് വേവിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് വേവിക്കാം കേട്ടോ. അപ്പൊ നമ്മള് ഫിഷ് വേവിച്ചെടുത്തിട്ടുണ്ട്. 2 സൈഡും എണ്ണുണ്ട്, എന്നാലും ജസ്റ്റ് ഒന്ന് ഈ സൈഡ് കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം നമുക്ക്. അങ്ങനെ നമ്മുടെ ഫിഷ് അങ്ങനെ വെന്ത് കഴിയുമ്പോൾ വെള്ളമൊക്കെ ഒന്ന് പറ്റുമല്ലോ. വെള്ളം പറ്റുന്ന സമയത്ത് നമ്മൾ ഒരു ടീസ്പൂണിന് താഴെ കണ്ട്, അത് 1/2 ടീസ്പൂൺ ആയാലും മതി, കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിരിച്ചും മറിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മുരിച്ചെടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് സാലഡിന് കിട്ടുക കേട്ടോ. ഇപ്പൊ നമ്മുടെ ഫിഷ് ആ ബട്ടറിൽ കിടന്ന് നിന്ന് 2 സൈഡും ഒന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മുരിണ്ട്, ചെറുതായി മുരിഞ്ഞാൽ മതി. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ മീനൊന്ന് ഇതിന്റെ മുള്ളൊന്ന് മാറ്റി കൊടുക്കണം. ഈ മീനൊന്ന് ചെറിയ പീസാക്കി എടുക്കണം കേട്ടോ, ഒരു ഫോർക്ക് വെച്ചിട്ട്. ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വേണം. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം. ഞാനിവിടെ കുറച്ച് ക്യാബേജ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു 2 ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, 1/2 ക്യാപ്സിക്കം, പിന്നെ ഒരു സവാള, പിന്നെ ഒരു ടൊമാറ്റോ, ടീസ്പൂൺ കുരുമുളക് പൊടിയും, ആവശ്യത്തിന് സോൾട്ട് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 1/2 ചെറുനാരങ്ങയുടെ നീരും കൂടി നമുക്ക് പിഴിഞ്ഞു വയ്ക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൾ സിഡർ വിനീഗർ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. അതും ഹെൽത്തിയാണ്. ഇനി നമ്മൾ ഒഴിക്കാൻ പോകുന്നത് മയണൈസ് ആണ്. മയണൈസ് നമുക്ക് ഒരു 3-4 ടീസ്പൂൺ ഒഴിക്കാം. ഈ മയണൈസ് എന്തെങ്കിലും ലൂസായിരിക്കണേ എന്നുള്ളത് ഞാൻ വിശദമായിട്ട് ഇത് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇത് സാലഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പൊ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പൊ എല്ലാവർക്കും അതിന്റെ ടേസ്റ്റ് എത്തണ ആ രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഫിഷ് പീസസ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ ഈ സമയത്ത് നമുക്ക് കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ കൂടുതൽ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് ചെയ്യാം കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡാണ്. വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹമുള്ളവർക്ക് യൂസ് ചെയ്യാം. പിന്നെ 2-3 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. മുട്ട ഇതിന്റെ കൂടെ പുഴുങ്ങിയത് ആഡ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഞാനൊരു എഗ് കട്ടർ ഉള്ള കാരണം അത് വെച്ചിട്ട് കട്ട് ചെയ്തിരുന്നു. അല്ലെങ്കിൽ നമുക്ക് സാധാരണ പോലെ നമുക്ക് കട്ട് ചെയ്തിടാം കേട്ടോ. അപ്പൊ ഈ മയണൈസ് കണ്ടില്ലേ, നിങ്ങൾ ചോദിക്കും മയണൈസ് എന്തെങ്കിലും ലൂസ് ആയിട്ടിരിക്കണേന്ന്. അപ്പൊ ഞാൻ ശരിക്കും പറയാൻ വെച്ചാൽ മയണൈസ് ഉണ്ടാക്കുമ്പോൾ സാധാരണ ഓയിൽ കൂടുതലൊക്കെ ഒഴിച്ച് നല്ല തിക്കായിട്ട്, അപ്പൊ ഓയിൽ കൂടുതൽ ഒഴിക്കുമ്പോഴാണ് മയണൈസ് തിക്കായിട്ട് വരുന്നത്. അപ്പൊ ഞാനിവിടെ ഇതിനു വേണ്ടി മാത്രം ഒരു എഗ്ഗും 1 പീസ് ഗാർലിക്കും കുറച്ച് വിനീഗറും കുറച്ച് സ്വല്പം നുള്ളുപ്പ് മതി, അതിന്റെ കൂടെ സ്വല്പം ഷുഗറും. അപ്പൊ ഇത്തിരി ഹെൽത്തി ആവാൻ വേണ്ടിട്ട്. അപ്പൊ അതിന്റെ കൂടെ ആകെ ഒരു 2 ടീസ്പൂൺ മാത്രം ഒലിവ് ഓയിൽ ചേർത്തിട്ടുള്ളൂ. ഒരു 1/2 കപ്പൊക്കെ ഒലിവ് ഓയിൽ ചേർക്കുകയാണെങ്കിൽ, 1/2 കപ്പിന് താഴെ കണ്ട് ഒലിവ് ഓയിൽ ചേർക്കുകയാണെങ്കിൽ നല്ല തിക്കായിട്ട് വരും. അപ്പൊ ഇതും ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ട്യൂണ സാലഡ് റെഡി ആയി കഴിഞ്ഞു. ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂട്ടോ, നല്ല രുചിയാണ് കഴിക്കാൻ.